അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരു അര സ്പൂണോളം ഉലുവ വേണം, ഒരു സ്പൂണ് ചെറുപയർ വേണം, പിന്നെ ഒരു സ്പൂണ് മുതിര വേണം, പിന്നെ വേണ്ടുന്നത് ഞവര അരി കേട്ടോ. അപ്പം ഞവര അരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഞവര അരിക്ക് ഭയങ്കര വിലയായിരിക്കും കേട്ടോ. ഇല്ല കേട്ടോ, എൻ്റെ കയ്യിലെടുത്തിരിക്കുന്നത് ഈ ഒരു പാക്കറ്റിന് 60 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ കൊല്ലത്തെ നമ്മുടെ കർക്കിടകക്കഞ്ഞിക്കുള്ള അരിയൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കറ്റ് മേടിച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമേ. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഇലകളൊന്നും പറിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഈ കൊല്ലം ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ കർക്കിടകത്തിൽ. അപ്പം ഇതെല്ലാം നന്നായി കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കുതിരാൻ വെച്ചു രാത്രി മൊത്തമേ. ഇപ്പോൾ രാവിലെ ആ വെള്ളത്തോടു കൂടെ തന്നെ നമ്മൾ ഇതിൽ കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 6-7 വിസിലടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലത് വെന്തുടഞ്ഞു. ഇനി അതിലേക്ക് വേണ്ടത് അരമുറി തേങ്ങയുടെ പാലാട്ടോ. അപ്പോൾ ആ പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാതെ നോക്കുമോനെ പോകാം മിനിറ്റില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇലകളൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടുന്ന പുഷ്പങ്ങളൊക്കെ പറിച്ച് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് സത്തൊഴിച്ച് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ അതൊന്നും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഇടുന്നത്. അപ്പം എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് വെന്തതിനകത്ത് പാൽ ഒഴിച്ച് നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇന്ദുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്ദുപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇത് കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമില്ലാത്തവരുണ്ടായിരുന്നു. പക്ഷേ ഉലുവയുടെ കയ്പൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കഴിക്കാം.